നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്തകൾ. കെപിസിസി വൈസ് പ്രസിഡന്റ് ഭാരതീപുരം ശശിക്കെതിരെ ആഞ്ഞടിച്ച് തെന്മല പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ കെ ശശിധരൻ. ഭാരതീപുരം ശശി കോൺഗ്രസിന്റെ അവസാന വാക്കല്ല, വികലാംഗ പ്രാതിനിധ്യത്തിലൂടെ കെപിസിസി ഭാരവാഹിയായ ആളെന്ന് പരിഹാസം. കെപിസിസിയുടെ വൈസ് പ്രസിഡന്റ് ഭാരതീപുരം ശശി. ഭാരതീപുരം ശശി ഈ പാർട്ടിയിലെ കോൺഗ്രസിന്റെ അവസാന വാക്കൊന്നുമല്ല. റിസർവേഷൻ കോട്ടായി കെപിസിസിയുടെ ഭാരവാഹിയായിട്ട് വന്ന ഭാരതീപുരം ശശി ഈ പാർട്ടിയുടെ അവസാന വാക്കൊന്നുമല്ല. തെന്മല പോലീസ് സ്റ്റേഷൻ വിഷയത്തിൽ എൽഡിഎഫും ചില കോൺഗ്രസ് നേതാക്കളും വസ്തുതകൾ മനസ്സിലാക്കാതെ ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് കെപിസിസി നിർവാഹക സമിതി അംഗം പുനലൂർ മധു. മോഡി അധികാരത്തിലെത്തിയ ശേഷം ഇന്ധനവിലയിലുണ്ടായ കുറവിന്റെ ഗുണം ജനത്തിന് ലഭിക്കാത്തത് സംസ്ഥാന സർക്കാരിന്റെ നിഷേധാത്മക സമീപനം മൂലമെന്ന് ബിജെപി. പെട്രോളിയം ഉത്പന്നങ്ങളുടെ വിലക്കുറവിന് ആനുപാതികമായി യാത്രാ നിരക്ക് കുറയ്ക്കണമെന്ന് ബിജെപിയുടെ ആവശ്യം. തെന്മല പോലീസ് സ്റ്റേഷൻ വിഷയത്തിൽ കോൺഗ്രസ് നേതാക്കൾ രണ്ടു തട്ടിൽ. പോലീസ് സ്റ്റേഷന്റെ സ്ഥലമാറ്റം സംബന്ധിച്ച് കെപിസിസി വൈസ് പ്രസിഡന്റ് ഭാരതീപുരം ശശിക്കെതിരെ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ രംഗത്ത്. ഭാരതീപുരം ശശി കോൺഗ്രസിന്റെ അവസാന വാക്കല്ലെന്ന് കെ ശശിധരൻ പറഞ്ഞു. പോലീസ് സ്റ്റേഷൻ നിലവിലുള്ള സ്ഥലത്തുനിന്ന് മാറ്റുന്നതിനെതിരെ ആക്ഷൻ കൌൺസിൽ ഏതാനും ദിവസം മുമ്പ് സംഘടിപ്പിച്ച ജനകീയ സദസ്സിൽ കെപിസിസി വൈസ് പ്രസിഡന്റ് ഭാരതീപുരം ശശി പങ്കെടുത്തിരുന്നു. അന്ന് അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു കെ ശശിധരൻ. വികലാംഗർക്ക് കെപിസിസി നൽകിയ പ്രാതിനിധ്യത്തിന്റെ ഭാഗമായി വൈസ് പ്രസിഡന്റായ ഭാരതീപുരം ശശി കോൺഗ്രസിന്റെ അവസാന വാക്കല്ലെന്ന് ശശിധരൻ പറഞ്ഞു. പറയുന്നത് റിയ എസ്റ്റേറ്റുകാർക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നതാണ്. പറയുന്നത് ആരൊക്കെയാ? സിപിഎമ്മുകാരൻ പറഞ്ഞാൽ മനസ്സിലാക്കാം, സിപിഐക്കാരൻ പറഞ്ഞാലും മനസ്സിലാക്കാം, ബിജെപിക്കാരൻ പറഞ്ഞാലും മനസ്സിലാക്കാം. അതിന്റെ നേതൃത്വം നൽകിക്കൊണ്ട് കോൺഗ്രസിന്റെ ചില നേതാക്കന്മാരും വന്നിരിക്കുന്നു. ആക്ഷൻ കൌൺസിലിന്റെ പേരിൽ ചില കോൺഗ്രസ് നേതാക്കന്മാരിവിടെ വന്നു പ്രസംഗിച്ചു. അങ്ങനെ ഒരു നേതാവ് പറഞ്ഞ ശുദ്ധ വിവരക്കേട്, രാഷ്ട്രീയത്തിന്റെ ഇത്രയും വലിയ പ്രാഗൽഭ്യമുള്ള നേതാവാണെന്നൊക്കെയാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് ശശിധരൻ പോയി ആ മന്ത്രിമാരെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് എന്തോ ഒരു ഓർഡർ മേടിച്ചതാണ്. ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയെയും പോയി അടൂർ പ്രകാശിലേക്ക് ഞാൻ പോയി തെറ്റിദ്ധരിപ്പിച്ച് എന്തോ ഒരു ഓർഡർ മേടിച്ചതാണ്. അത് ഞങ്ങൾ പുനഃപരിശോധിപ്പിക്കും. അതുകൊണ്ട് നിങ്ങൾ അടുത്ത ആഴ്ച പുനലൂർ തെന്മലയിൽ നിന്നും പുനലൂർ ഡിവൈഎസ്പി ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്തണം. പിന്നെ പറഞ്ഞു ഒരു നേതാവ്, കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞു കൊടുത്തു, അടുത്ത പഞ്ചായത്ത് കമ്മിറ്റിയിൽ നിങ്ങൾ ഇത് കുറച്ച് വീണ്ടും ഇത് പുനരാലോചിക്കുന്നതിന് വേണ്ടി ഉന്നയിക്കണം. പറഞ്ഞ നേതാക്കന്മാരായിരിക്കുക കെപിസിസിയുടെ വൈസ് പ്രസിഡന്റ് ഭാരതീപുരം ശശി. ഭാരതീപുരം ശശി ഈ പാർട്ടിയിലെ കോൺഗ്രസിന്റെ അവസാന വാക്കൊന്നുമല്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ വലിയ പാർട്ടിയിലെ ഒരു ചെറിയ ഗ്രൂപ്പിന്റെ വലിയ നേതാവ് ആയിരുന്നു അദ്ദേഹം. കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയാണ് ശ്രീ ജോലികുമാർ കെപിസിസിയുടെ സെക്രട്ടറിയാണ്. കെഎസ്യുവിയുടെ യൂത്ത് കോൺഗ്രസിൽ നടന്ന നേതാവാണ്. ശ്രീ പുനലൂർ മധു കെഎസ്യുവിന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അപ്പോഴാണ് അസംബ്ലി തെരഞ്ഞെടുപ്പ് സീറ്റ് കിട്ടിയത്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് നിരവധി ഭാരവാഹികളുണ്ട്. ഈ ഭാരവാഹികളെയൊക്കെ തീരുമാനിക്കുന്ന ഫലം മാറേണ്ടതില്ല. നമ്മളൊരു മതേതരത്വ രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ എല്ലാവരെയും പ്രാതിനിധ്യം നമ്മൾ ഉറപ്പാക്കാൻ നോക്കും. ഹിന്ദു നായർ വിഭാഗത്തിലുള്ള ആളുകളെ ഉൾപ്പെടുത്തും, ഈഴവ വിഭാഗത്തിലുള്ളവരെ ഉൾപ്പെടുത്തും, ക്രിസ്ത്യൻ വിഭാഗത്തിലാണെങ്കിൽ എല്ലാവരെയും, റോമൻ കത്തോലിക്കക്കാര്, മലങ്കര കത്തോലിക്കക്കാര്, യാക്കോബക്കാര് എല്ലാവരുടെയും പ്രാതിനിധ്യം നോക്കും. പട്ടികജാതി വിഭാഗത്തിന്റെ പ്രാതിനിധ്യം നോക്കും, ക്രിസ്ത്യൻ നാടാർ വിഭാഗത്തിന്റെ പ്രാതിനിധ്യം നോക്കും, ഹിന്ദു നാടാർ വിഭാഗത്തിന്റെ പ്രാതിനിധ്യം നോക്കും, പട്ടിക വർഗക്കാരന്റെ പ്രാതിനിധ്യം നോക്കും, വികലാംഗർക്കും പ്രാതിനിധ്യം കൊടുക്കും. അവശത അനുഭവിക്കുന്നവരുടെ എന്നും താല്പര്യമുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അങ്ങനെ റിസർവേഷൻ കോട്ടയിൽ ഒരുപാട് കെപിസിസി ഭാരവാഹിയായിട്ടുണ്ട്. അങ്ങനെ റിസർവേഷൻ കോട്ടയിൽ കെപിസിസിയുടെ ഭാരവാഹിയായിട്ട് വന്ന ഭാരതീപുരം ശശി ഈ പാർട്ടിയുടെ അവസാന വാക്കൊന്നുമല്ല. ഭാരതീപുരം ശശി വന്ന് പ്രസംഗിച്ചതോടുകൂടി ഇവിടുത്തെ ഞങ്ങൾ കോൺഗ്രസ് പാർട്ടി ഞങ്ങളോടൊപ്പമാണെന്ന് തെറ്റിദ്ധരിച്ചെങ്കിൽ നിങ്ങളെല്ലാം വിഡ്ഢികളാണ് കമ്മ്യൂണിസ്റ്റുകാരാ. ന്യൂസ് ബ്യൂറോ, തെന്മല. തെന്മല പോലീസ് സ്റ്റേഷൻ വിഷയത്തിൽ എൽഡിഎഫും ചില കോൺഗ്രസ് നേതാക്കളും വസ്തുതകൾ മനസ്സിലാക്കാതെ ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് കെപിസിസി നിർവാഹക സമിതി അംഗം പുനലൂർ മധു. തെന്മലയിൽ യുഡിഎഫ് സംഘടിപ്പിച്ച ജനകീയ സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
ഈ ആക്ഷൻ കൗൺസിലിന്റെ ആളുകൾ രൂപീകരണം കൊടുത്ത ആളുകളോട്, അതിന്റെ ചെയർമാനാണെങ്കിലും അതിന്റെ കൺവീനറാണെങ്കിലും അതിന്റെ അംഗങ്ങളാണെങ്കിലും എനിക്ക് അവരോട് സഹതാപം മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും ഒരു പഞ്ചായത്തിന്റെ മെമ്പറെങ്കിലും ആയിട്ടുള്ള ആളുകൾക്ക് ഇതിന്റെ നടപടിക്രമങ്ങളെ കുറിച്ച് ചിന്തിക്കാനും പറയാനും അറിയണം. അതിന് കഴിയാതെ തെന്മല പോലീസ് സ്റ്റേഷൻ കെട്ടിടം പണിയാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമ്പോൾ അതിനെതിരെ ആക്ഷൻ കൗൺസിലിലൂടെ അത് നടത്താതിരിക്കാനുള്ള നടപടികൾ നടത്തിയാൽ അവരോട് സഹതപിക്കാനല്ലാതെ മറ്റൊന്നും ചെയ്യാൻ നമുക്ക് കഴിയില്ല. ഈ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് പണിയാൻ ഗവൺമെന്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും തയ്യാറാണ്. ആഭ്യന്തര വകുപ്പ് തയ്യാറാണ്. ഇത് തയ്യാറായി നിൽക്കുമ്പോ ഇത് വേണ്ട എന്ന് പറയുന്ന ചില ആളുകൾക്ക് എന്താണ് അവരോട് മറുപടി പറയേണ്ടത്? അപ്പോൾ അവര് പറയുന്നത് റിയൽ എസ്റ്റേറ്റിന്റെ വക സ്ഥലത്ത് നിൽക്കുന്ന പോലീസ് സ്റ്റേഷൻ മാറ്റുന്നത് അവരെ സഹായിക്കാനാണ്. നിലവിൽ പോലീസ് സ്റ്റേഷൻ കെട്ടിടം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലവും വസ്തുവും അതിന്റെ ഉടമസ്ഥന് തൽക്കാലം വിട്ടുകൊടുക്കേണ്ടതില്ലെന്നും പ്രസ്തുത കെട്ടിടവും സ്ഥലവും പോലീസ് സ്റ്റേഷനെ ക്വാർട്ടേഴ്സാക്കി മാറ്റുന്നതാണ് എന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം അവിടെ കെട്ടിടം പണിയാൻ കഴിയില്ല. കെട്ടിടം പണിയണമെങ്കിൽ വസ്തുവിന്റെ ഉടമയുടെ അനുമതി വേണം. ആ ഉടമ ആരാണെന്ന് സംബന്ധിച്ച് തർക്കമുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ കേസ് നടക്കുകയാണെങ്കിൽ ആ കേസിന്റെ തീർപ്പ് എന്തെങ്കിലും ആയെങ്കിൽ മാത്രമേ അവിടെ കെട്ടിടം പണിയാൻ പറ്റൂ. ഇപ്പൊ ഇരിക്കുന്ന കെട്ടിടം കൈവശം വെച്ചേക്കാം. അതാണ് പറഞ്ഞിരിക്കുന്ന കൈവശം വെച്ചേക്കാണ് ക്വാർട്ടേഴ്സിന് വേണ്ടി. പുനലൂർ MLA അഡ്വക്കേറ്റ് കെ രാജു പോലീസ് സ്റ്റേഷൻ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് തന്റെ എതിർപ്പ് അറിയിച്ചിട്ടില്ലെന്ന് പുനലൂർ മധു ചൂണ്ടിക്കാട്ടി. തെന്മലയിൽ 24 ഏക്കർ ഭൂമി വനം വകുപ്പും റവന്യൂ വകുപ്പും തമ്മിൽ തർക്കത്തിൽ നിൽക്കുമ്പോൾ LDF സർക്കാരാണ് ഭരണത്തിൽ ഉണ്ടായിരുന്നതെന്നും അപ്പോൾ നടപ്പിലാക്കാൻ കഴിയാത്ത പദ്ധതികൾ UDF സർക്കാരിനുമേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും UDF നേതാക്കൾ കുറ്റപ്പെടുത്തി. UDF പുനലൂർ മണ്ഡലം ചെയർമാൻ കരിക്കത്തിൽ പ്രസേനൻ, KPCC സെക്രട്ടറി ചാമക്കാല ജ്യോതികുമാർ, കോൺഗ്രസ് അഞ്ചൽ ബ്ലോക്ക് പ്രസിഡന്റ് ഏരൂർ സുഭാഷ്, തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ, വൈസ് പ്രസിഡന്റ് സജികുമാരി സുഗതൻ, കേരള കോൺഗ്രസ് M നേതാക്കളായ മാമ്പഴത്തറ ചന്ദ്രശേഖരൻ, R സത്യൻ, RSP നേതാവ് B വർഗീസ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ C ചെല്ലപ്പൻ, VM സലീം, ഷൈനി ബിജു, വിജയകുമാരി, ഉഷാകുമാരി, റീന സജീവ്, K സുരേന്ദ്രൻ, INTUC നേതാവ് ചെറുകടവ് സന്തോഷ്, കോൺഗ്രസ് നേതാക്കളായ നന്ദകുമാർ, ശശിധരൻ, യൂത്ത് കോൺഗ്രസ് തെന്മല മണ്ഡലം പ്രസിഡന്റ് AT അനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തെന്മല. കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ തടയാനുള്ള നടപടികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ബാലസംഘം ഡിസംബർ 28 സംസ്ഥാന വ്യാപകമായി ബാലദിനമായി ആഘോഷിച്ചു. സംഘടനയുടെ രൂപീകരണ ദിനമാണിത്. ബാലസംഘം പുനലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഘോഷയാത്രയും സംഘടിപ്പിച്ചു. TB ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര നഗരം ചുറ്റി മാർക്കറ്റ് ജംഗ്ഷനിൽ സമാപിച്ചു. ലോക നേതാക്കളുടെയും കുട്ടികൾക്കും സമൂഹത്തിനും വേണ്ടി ജീവിച്ച മഹാന്മാരുടെയും ചിത്രങ്ങളും ഉദ്ധരണികളും പതിച്ച പ്ലക്കാർഡുകളും ഏന്തിയാണ് കുട്ടികൾ ഘോഷയാത്രയിൽ അണിനിരുന്നത്. പഠനം പീഡനമാകരുത് എന്ന സന്ദേശത്തോടെയായിരുന്നു ബാലദിനാഘോഷം. മാർക്കറ്റ് ജംഗ്ഷനിൽ ചേർന്ന പൊതുയോഗം ബാലസംഘം ജില്ലാ കോഓർഡിനേറ്റർ ജോർജ് മാത്യു ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്കെതിരായ പീഡനങ്ങളും ആക്രമണങ്ങളും വർദ്ധിച്ച സാഹചര്യത്തിൽ ആഗോളതലത്തിൽ ഇതിനെതിരെ പോരാടേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. മതതീവ്രവാദം പുലർത്തുന്നവർ കുട്ടികളെ മതാടിസ്ഥാനത്തിൽ സമീപിക്കുന്ന പ്രവണത തടയേണ്ടതുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കുട്ടികളെയും അധ്യാപകരെയും ഉൾപ്പെടെ 200-ലധികം ആളുകളെയാണ് പെഷവാറിലെ ഒരു സ്കൂളിൽ നരാധകന്മാരായിട്ടുള്ള മുസ്ലിം തീവ്രവാദികൾ വെടിവെച്ചുകൊണ്ടു. ഇറാഖിലും സിറിയയിലും ഉൾപ്പെടെ ലോകത്ത് പാലസ്തീനിലും ഉൾപ്പെടെ ലോകത്ത് നടക്കുന്ന എല്ലാ യുദ്ധവേദികളിലും ആയിരക്കണക്കായ പിന്തുണകൾ കൊണ്ടെടുക്കപ്പെടുകയാണ്. ഇങ്ങനെ ലോകത്ത് ഒരു കാലത്തും ഉണ്ടാകാത്തതിലുള്ള അതിക്രമങ്ങളാണ് ഈ 2014 കുട്ടികൾക്കെതിരെ നടക്കും. ഇവിടെ മതതീവ്രവാദികൾ കുട്ടികളുടെ ജീവനെടുക്കുകയാണ്. മതതീവ്രവാദം പുലർത്തുന്ന ആളുകൾ കുട്ടികളെ മതാടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുകയാണ്. ആ നിലയിൽ മതാന്ധത ബാധിച്ചുകൊണ്ട് പിന്നീട് നടക്കുന്നവരായി നമ്മുടെ കുട്ടികൾ മാറാൻ പാടുന്നു. ബാലസംഘം ഏരിയ പ്രസിഡന്റ് ഷബാന വഹാബ് അധ്യക്ഷയായി. സെക്രട്ടറി S ആഷിഖ് സ്വാഗതം പറഞ്ഞു. കവി വാക്കനാട് സുരേഷ് ബാലദിന സന്ദേശം നൽകി. ടൈറ്റസ് സെബാസ്റ്റ്യൻ, PS ചെറിയാൻ, R സുഗതൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഘോഷയാത്രയ്ക്ക് MA രാജഗോപാൽ, P സജി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ.
അധികാരത്തിലെത്തിയ ശേഷം ഇന്ധനവിലയിലുണ്ടായ കുറവിന്റെ ഗുണം ജനത്തിന് ലഭിക്കാത്തത് സംസ്ഥാന സർക്കാരിന്റെ നിഷേധാത്മക സമീപനം മൂലമെന്ന് ബിജെപി. പെട്രോളിയം ഉത്പന്നങ്ങളുടെ വിലക്കുറവിന് ആനുപാതികമായി യാത്രാ നിരക്ക് കുറയ്ക്കണമെന്ന് ബിജെപി ജില്ലാ ഉപാധ്യക്ഷൻ കാടംകുളം രാജേന്ദ്രൻ ആവശ്യപ്പെട്ടു. ഈ ആവശ്യമുന്നയിച്ച് ബിജെപി പുനലൂർ കെഎസ്ആർടിസി ഡിപ്പോയിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിപ്പിക്കുമ്പോൾ ആ വർധനവിന്റെ ആനുപാതികമായ സാധനങ്ങൾക്കും ബസ് ചാർജുകളും വർദ്ധിപ്പിക്കാറുണ്ട്. അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം, പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന ടിക്കറ്റ് വർധനവിൽ കൂടെ മാത്രമേ ഈ സർവീസുകൾ നിലനിർത്താൻ പറ്റൂ. അതുകൊണ്ടാണ് ഇത് വർദ്ധിപ്പിക്കുന്നതാണ്. സാധാരണഗതിയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കുമ്പോൾ ഭാരതത്തിലെ നേരത്തെ ഭരിച്ചിരുന്ന ഗവൺമെന്റുകളെടുത്ത് നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുന്ന മറുപടി, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്നത് ഇന്റർനാഷണൽ മാർക്കറ്റിലെ ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിക്കുമ്പോൾ സാധാരണഗതിയിൽ വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് അതിന് ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ തന്നെ സ്വാഭാവികമായും ഇന്റർനാഷണൽ മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില കുറയുമ്പോഴും ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വർദ്ധിപ്പിച്ച വില കുറയ്ക്കുവാൻ ഇവർ തയ്യാറായിട്ടില്ല. എന്നാൽ നരേന്ദ്രമോദിജി അധികാരത്തിൽ വന്നതിന് ശേഷം 100 ദിവസം തികയുന്നതിന് മുമ്പേ 1 ലിറ്റർ പെട്രോളിന് ഏതാണ്ട് 13 രൂപയോളം വില കുറച്ചു. സ്വാഭാവികമായിട്ടും ഡീസലിന് 8 രൂപ 50 പൈസ വില കുറച്ചു. 13 രൂപയോളം പെട്രോളിനും 8 രൂപ 50 പൈസയോളം ഡീസലിനും വില കുറച്ചതിന് ശേഷവും ഇവർ പറഞ്ഞ പ്രകാരമാണെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് അതിന്റെ ഗുണം കിട്ടണമെങ്കിൽ നേരത്തെ വർദ്ധിപ്പിച്ച കെഎസ്ആർടിസി ഉൾപ്പെടെയുള്ള ബസ് ചാർജിന്റെ വർധനവ് കുറയ്ക്കണം. സംസ്ഥാന വ്യാപകമായി ബിജെപി കെഎസ്ആർടിസി ഡിപ്പോകളിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. പുനലൂർ ടി.ബി. ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ടൗൺ ചുറ്റി കെഎസ്ആർടിസി ജംഗ്ഷനിൽ സമാപിച്ചു. ബിജെപി പുനലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ആലഞ്ചേരി ജയചന്ദ്രൻ അധ്യക്ഷനായി. വടമൺ ബിജു, സി സുരേഷ് ബാബു, ഇടമൺ റജി, ഏരൂർ സുനിൽ, വി.ആർ. വിജയൻ, എസ്. പത്മകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. കാവിൽ പ്രസാദ്, കാർത്തിക ശശി, ജലജ സജീവ്, അരുൺ ചന്ദ്രശേഖർ, ആർ. റജി തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ചിതറ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച അംഗൻവാടി കലോത്സവം വർണ്ണാഭമായി. ചെണ്ടമേളവും നാടൻ കലാരൂപങ്ങളും വിവിധ കലാകാരന്മാരും കലാകാരികളും അണിനിരുന്ന ഘോഷയാത്രയോടെയായിരുന്നു തുടക്കം. അന്യസംസ്ഥാന കലാകാരന്മാരുടെ പ്രകടനങ്ങളായിരുന്നു ഘോഷയാത്രയിലെ വിരുന്ന്. അംഗൻവാടി കുട്ടികളും കൌമാരപ്രായക്കാരും ഘോഷയാത്രയിൽ അണിനിരുന്നു. ഘോഷയാത്ര ചിതറ പഞ്ചായത്ത് ഹാളിൽ എത്തിയതോടെ കലോത്സവത്തിന് തുടക്കമായി. ഉദ്ഘാടനം എംഎൽഎ മുല്ലക്കര രത്നാകരൻ ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു. കലോത്സവത്തെ മത്സരമായി കാണുന്നതിനു പകരം കുട്ടികളുടെ പ്രതിഭ വളർത്തിയെടുക്കാനുള്ള വേദിയായി കാണണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കുട്ടികൾ തമ്മിലുള്ള മത്സരത്തിനപ്പുറം കുട്ടികൾ തമ്മിൽ കൂടുന്നു എന്നതാണ്. കുട്ടികളുടെ പാട്ടും നൃത്തവും ഒക്കെ നാട്ടുകാർ കാണുന്നു എന്നതാണ്. അതാണ് അതിൻ്റെ മനോഹാരിത. സത്യത്തിൽ കുട്ടികൾക്ക് മത്സരിക്കാൻ മാനസികമായി മത്സരമാണെന്ന് തിരിച്ചറിഞ്ഞിടാത്തൊരു കലമാണ് മത്സരം. സത്യത്തിൽ ഈ അംഗനവാടികളിലെ ഹെൽപ്പർമാരും വർക്കർമാരും ഒക്കെ തമ്മിലാണ്. അതുകൊണ്ട് നിങ്ങളധികം മത്സരിക്കണം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ്. മുരളീധരൻ നായർ അധ്യക്ഷനായി. കെ. ശബരിനാഥ് സ്വാഗതം പറഞ്ഞു. വൈസ് പ്രസിഡന്റ് ലീന ഓമന ദേവൻ, പഞ്ചായത്ത് അംഗങ്ങളായ എസ്. സിനി, തുമ്പമൺതൊടി രാജൻ, മാറ്റാപ്പള്ളി മുഹമ്മദ് റാഫി, തലവരം പൻസർ, മധുര വിജയൻ, CDPO ഷക്കീല ബീവി, ICDS സൂപ്പർവൈസർ RV വിജയ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കടക്കൽ. തെന്മല ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ LDF വില കുറഞ്ഞ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ. ശശിധരൻ. LDFന്റെ ഭരണകാലത്ത് തീരുമാനിച്ച പദ്ധതികൾ നടപ്പാക്കുന്നതിനെ പോലും അവർ എതിർക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി.
UDF നേതൃത്വം നൽകുന്ന ഭരണസമിതി തെന്മല പഞ്ചായത്തിൽ അഴിമതി നടത്തുകയാണെന്ന് ആരോപിച്ച് ചൊവ്വാഴ്ച LDF സമരം നടത്താനിരിക്കെയാണ് കെ ശശിധരൻ LDFനെതിരെ രംഗത്ത് വന്നത്. LDFന്റെ ഭരണകാലത്ത് തീരുമാനിച്ച പദ്ധതികൾ നടപ്പിലാക്കുന്നത് പോലും ആരോപണങ്ങളാക്കാനുള്ള ശ്രമമാണ് LDF നടത്തുന്നത്. ഇത്തരം വില കുറഞ്ഞ ആരോപണങ്ങൾ ഇടതുപക്ഷ നേതാക്കൾ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വില കുറഞ്ഞ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ മുന്നണി സമരം നടത്തുന്നത്. പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് വീട്ടുകരം വർദ്ധിച്ചതിനെ സംബന്ധിച്ചാണ്. വീട്ടുകരം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതിക്ക് യാതൊരുവിധമായ ഇടപെടലും നടത്താനുള്ള അവകാശം അതിനകത്തില്ല. തീർച്ചയായിട്ടും ഇത് നടപ്പിലാക്കിയിരിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റാണ്. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി, ഇടതുപക്ഷ മുന്നണിയുടെ പഞ്ചായത്ത് ഭരണസമിതിയിൽ ശ്രീ ഇടമൺ ശശിധരൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിൽ അന്ന് ഞാനും പഞ്ചായത്ത് മെമ്പറായിരുന്നു. ശ്രീ ജോസഫ് ഉൾപ്പെടെയുള്ള വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. ഞങ്ങൾ അടങ്ങുന്ന ആ ഭരണസമിതിയാണ് ഇന്നത്തെ ഈ വീട്ടുകാരം വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രപ്പോസൽ തയ്യാറാക്കിയത്. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി സ്വീകരിച്ചു ഈ പ്രപ്പോസൽ ഇപ്പോൾ ആ ഗവൺമെന്റ് നടപ്പിലാക്കുവാൻ തയ്യാറായില്ല. അതിനുശേഷം ഇപ്പോൾ UDF ഗവൺമെന്റ് വന്നപ്പോൾ വീണ്ടും വീട്ടുകാരം വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചപ്പോൾ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്ത് ഞങ്ങൾ ഒരുമിച്ചിരുന്ന ഐകകണ്ഠേന തീരുമാനിച്ചിരുന്ന പ്രപ്പോസൽ അതേപടി പുതിയ ഭരണസമിതി സംസ്ഥാന ഗവൺമെന്റ് അയച്ചു കൊടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റ് വീട്ടുകാരം വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇതെല്ലാം അറിയാമായിരുന്ന മുൻപ് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നവർ തന്നെ ഇത്തരം വില കുറഞ്ഞ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ശരിയായ നടപടിക്രമമല്ല. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജികുമാരി സുഗതൻ, സ്ഥിരം സമിതി അംഗം VM സലിം, പഞ്ചായത്ത് അംഗം C ചെല്ലപ്പൻ എന്നിവരും ശശിധരനൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തെന്മല. പത്തനാപുരം ടൌണിൽ അപകട ഭീഷണി ഉയർത്തുന്ന വൈദ്യുത പോസ്റ്റ് നീക്കം ചെയ്യണമെന്ന് ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ ആവശ്യപ്പെട്ടു. പോസ്റ്റ് ഏത് സമയത്തും നിലംപൊത്താമെന്ന് ഡ്രൈവർമാർ ചൂണ്ടിക്കാട്ടി. പത്തനാപുരം ടൌണിൽ SBTക്ക് മുൻവശത്ത് ടാക്സി സ്റ്റാൻഡിനോട് ചേർന്നാണ് അപകട ഭീഷണി ഉയർത്തി വൈദ്യുത പോസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. പോസ്റ്റ് അപകട ഭീഷണി ഉയർത്തി നിലംപൊത്താറായ അവസ്ഥയിലാണെന്ന് KECB അധികൃതരെ പലതവണ അറിയിച്ചിട്ടും ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ബന്ധപ്പെട്ടവർ തയ്യാറായില്ലെന്ന് ടാക്സി ഡ്രൈവർമാർ പരാതിപ്പെട്ടു. ഒരു മാസം മുമ്പ് ഈ പോസ്റ്റിംഗ് വിചാരിച്ചിരിക്കുക. ഞങ്ങൾ LCT ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേരുമായിട്ട് സംസാരിച്ചു. ഇതുവരെയായിട്ട് യാതൊരു നടപടി ഉണ്ടായിട്ടില്ല. ഇതിപ്പോ രാവിലെ വണ്ടി വന്ന് ഇടിക്കുകയും ചെയ്യും. പരിസരത്തെ വസ്തുവിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്തപ്പോൾ പോസ്റ്റിന്റെ ചുവട്ടിലെ മണ്ണ് നഷ്ടമായതാണ് പോസ്റ്റ് അപകടത്തിലാവാൻ കാരണമെന്ന് ടാക്സി ഡ്രൈവർമാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കിഴക്കൻ മേഖലയിലെ വനസംരക്ഷണത്തിന് ഒറ്റക്കൽ വനസംരക്ഷണ സമിതിയുടെയും വനവികസന ഏജൻസികളുടെയും നേതൃത്വത്തിൽ കർമ്മ പദ്ധതി. ഇതിന്റെ ഭാഗമായി പരിസ്ഥിതി സെമിനാർ, ബോധവത്കരണം, രചനാ മത്സരങ്ങൾ, പരിസ്ഥിതി സദസ്സ് തുടങ്ങിയവ സംഘടിപ്പിച്ചു. ഒറ്റക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചായിരുന്നു പരിപാടികൾ. കർമ്മ പദ്ധതിയുടെ ഉദ്ഘാടനം തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ശശിധരൻ നിർവഹിച്ചു. ഒറ്റക്കൽ വനസംരക്ഷണ സമിതി പ്രസിഡന്റ് R ദിലീപ് കുമാർ അധ്യക്ഷനായി. തെന്മല ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ CK സുധീർ സ്വാഗതം പറഞ്ഞു. വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് ഗ്രാമപഞ്ചായത്ത് അംഗം റീന സജീവ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പരിസ്ഥിതി സംരക്ഷണവും മാലിന്യ നിർമ്മാർജ്ജനവും എന്ന വിഷയത്തിൽ DG രാംദീപ് ക്ലാസ് നയിച്ചു. തെന്മല ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസർ R രാമചന്ദ്രൻ, ഒറ്റക്കൽ വനസംരക്ഷണ സമിതി സെക്രട്ടറി T സുനിൽകുമാർ, NSS പ്രോഗ്രാം ഓഫീസർ ദീപക് എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന കാട്ടുതീ പ്രതിരോധ വനസംരക്ഷണ റാലി സ്കൂൾ അങ്കണത്തിൽ നിന്ന് ആരംഭിച്ച് ഒറ്റക്കൽ മാൻ പാർക്കിൽ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, തെന്മല. നിലവിൽ മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ മതവിജ്ഞാന സദസ്സും സ്വലാത്ത് വാർഷികവും സംഘടിപ്പിക്കുന്നു. നിർധന യുവതിയുടെ വിവാഹവും 29 മുതൽ ജനുവരി 1 വരെ നടത്തുന്ന പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിക്കും. നബിദിനത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന മതവിജ്ഞാന സദസ്സ്, സ്വലാത്ത് വാർഷികം, സാധു പെൺകുട്ടിയുടെ വിവാഹം, പൊതുസമ്മേളനം. ഡിസംബർ 30-31 തീയതികളിലായി പ്രമുഖർ നയിക്കുന്ന മതപ്രസംഗ പരമ്പര നടക്കും. ജനുവരി 1 നടക്കുന്ന പൊതുസമ്മേളനം MP NK പ്രേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. കടുവയിൽ മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം ഹാഫിസ് ഷെഫീഖ് മൌലവി അൽ ഖാസിമി ഇടുക്കി മുഖ്യപ്രഭാഷണം നടത്തും. മദ്രസ വിദ്യാർത്ഥികളുടെ കൈയെഴുത്ത് മാസികയുടെ പ്രകാശനം MLA മുല്ലക്കർ രത്നാകരൻ നിർവഹിക്കും. അഷ്റഫ് ബദ്രി MD, A ജമാൽ മുഹമ്മദ്, അലി അക്ബർ, സൈനുലാബ്ദീൻ, വാടോട് ബദറുദ്ദീൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കടക്കൽ. പ്രധാന വാർത്തകൾ വീണ്ടും. KPCC വൈസ് പ്രസിഡന്റ് ഭാരതീപുരം ശശിക്കെതിരെ ആഞ്ഞടിച്ച് തെന്മല പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ K ശശിധരൻ. ഭാരതീപുരം ശശി കോൺഗ്രസിന്റെ അവസാന വാക്കല്ല, വികലാംഗ പ്രാതിനിധ്യത്തിലൂടെ KPCC ഭാരവാഹിയായ ആളെന്ന് പരിഹാസം. KPCCയുടെ വൈസ് പ്രസിഡന്റ് ഭാരതീപുരം ശശി. ഭാരതീപുരം ശശി ഈ പാർട്ടിയിലെ കോൺഗ്രസിന്റെ അവസാന വാക്കൊന്നുമല്ല. റിസർവേഷൻ കോട്ടായിൽ KPCCയുടെ ഭാരവാഹിയായിട്ട് വന്ന ഭാരതീപുരം ശശി ഈ പാർട്ടിയുടെ അവസാന വാക്കൊന്നുമല്ല.
തെന്മല പോലീസ് സ്റ്റേഷൻ വിഷയത്തിൽ LDF-ഉം ചില കോൺഗ്രസ് നേതാക്കളും വസ്തുതകൾ മനസ്സിലാക്കാതെ ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് KPCC നിർവാഹക സമിതി അംഗം പുനലൂർ മധു. മോഡി അധികാരത്തിലെത്തിയ ശേഷം ഇന്ധനവിലയിലുണ്ടായ കുറവിന്റെ ഗുണം ജനത്തിന് ലഭിക്കാത്തത് സംസ്ഥാന സർക്കാരിന്റെ നിഷേധാത്മക സമീപനം മൂലമെന്ന് BJP. പെട്രോളിയം ഉത്പന്നങ്ങളുടെ വിലക്കുറവിന് ആനുപാതികമായി യാത്രാ നിരക്ക് കുറയ്ക്കണമെന്ന് BJPയുടെ ആവശ്യം. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.